പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മണിപ്പൂർ സന്ദർശിക്കും. ചുരാചന്ദ്പൂരിലും ഇംഫാലിലുമായി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കലാപം തുടങ്ങിയ ശേഷമുള്ള മോദിയുടെ ആദ്യ സന്ദർശനമാണിത്. വിനയ രാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനയ, പ്രധാനമന്ത്രി എത്തിയോ മണിപ്പൂരിൽ? എന്തായാലും യാത്ര ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ചുരാചന്ദ്പൂരിലേക്കാണ് മിസോറാമിൽ നിന്ന് 12-15 ചുരാചന്ദ്പൂരിലേക്ക് അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ ചുരാചന്ദ്പൂരിൽ ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മഴ തുടരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഈ ഹെലികോപ്റ്റർ യാത്ര അനിശ്ചിതത്വത്തിലാവാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. ഒരുപക്ഷെ ഈ ഹെലികോപ്റ്റർ യാത്രയല്ലാതെ വിമാനത്തിലാണെങ്കിൽ ഒരു പക്ഷെ അദ്ദേഹം പോകുമായിരിക്കും. ഇനി ഈ ശക്തമായ മഴ മൂലം ഈ യാത്ര റദ്ദാക്കുകയാണെങ്കിൽ ചുരാചന്ദ്പൂരിൽ അടക്കം തന്നെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഓൺലൈനായി പങ്കെടുക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. ഇതിലൊന്നും തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. നിലവിൽ എന്തായാലും ശക്തമായിട്ടുള്ള മഴ ചുരാചന്ദ്പൂരിൽ തുടരുകയാണ് എന്നാണ് പറയുന്നത്. ഈ യാത്ര റദ്ദാക്കാനുള്ള സാധ്യതയും ഏറ്റവും കൂടുതലാണ്. നമുക്കറിയാം, ഈ 2 വർഷത്തിന് ശേഷമായിരുന്നു മോദി മണിപ്പൂരിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായി തന്നെ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളടക്കം സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. കൂടാതെ തന്നെ കൂടുതൽ പോലീസ് സേനയെ വിന്യസിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇന്ന് ഇതിന് പുറമെ തന്നെ ഇന്ന് ബന്ദ് അടക്കം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. തീവ്ര മെയ്തൈ സംഘടനകൾ ബന്ദ് അടക്കം തന്നെ പ്രഖ്യാപിച്ചിരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഈ 2 വർഷത്തിന് ശേഷം മോദി ഈ മണിപ്പൂരിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നേരത്തെ ഈ നിരവധി സംഘടനകൾ മോദിയുടെ യാത്രയെ ബഹിഷ്കരിച്ച് രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും ഇവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വംശീയ കലാപം ആരംഭിച്ച് 2 വർഷം പിന്നിട്ടു. ഈ 2 വർഷം പിന്നിടുമ്പോഴാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്ക് മണിപ്പൂർ ശ്രദ്ധയിൽപ്പെടുന്നത്, മണിപ്പൂരിലേക്ക് വരാൻ തോന്നിയതെന്നായിരുന്നു ഈ സംഘടനകളടക്കം ചോദിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. 2023 മണിപ്പൂരിൽ വംശീയ കലാപം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ 2 വർഷം 4 മാസം പിന്നിട്ടു. ഈ 2 വർഷം 4 മാസം പിന്നിടുമ്പോഴാണ് മണിപ്പൂരിലേക്ക് പ്രധാനമന്ത്രി പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയങ്ങളിലെല്ലാം തന്നെ 2023 ആരംഭിച്ച വംശീയ കലാപത്തിൽ നിരവധി ആയിട്ടുള്ള ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. നിരവധി ആളുകൾ ഭവനരഹിതരായി പോകുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാക്കൾ അടക്കം തന്നെ മണിപ്പൂരിലേക്ക് പോവുകയും കുക്കി മെയ്തൈ വിഭാഗങ്ങളുമായി ചർച്ച നടത്തുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള അമിത്ഷാ അടക്കം മണിപ്പൂർ സന്ദർശിച്ചെങ്കിലും പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. മണിപ്പൂരിന് വേണ്ടി ഒരക്ഷരം പോലും പ്രധാനമന്ത്രി മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഇതിനെതിരെ പ്രതിപക്ഷമടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. മറ്റു രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്ന പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ട് സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നില്ല? ഇത്രയും ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടും പ്രധാനമന്ത്രി വിഷയത്തിൽ ഒരു മൗനം തുടർന്നു പോകുന്ന ഒരു സാഹചര്യം. എന്തുകൊണ്ട് മെയ്തൈ കുക്കി വിഭാഗങ്ങളുമായി ചർച്ച നടത്താൻ തീരുമാനിക്കുന്നില്ല, ചർച്ച നടത്തുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. രാഷ്ട്രീയമായി പറയുകയാണെങ്കിൽ ഈ മണിപ്പൂർ വിഷയം BJPയെ വലിയ രീതിയിൽ ആടിയുലച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലടക്കം തന്നെ മണിപ്പൂരിലെ 2 സീറ്റായിരുന്നു BJPക്ക് നഷ്ടമായിട്ടുണ്ടായിരുന്നത്. അതെല്ലാം തന്നെ തിരിച്ചു പിടിക്കുക. ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ മണിപ്പൂരിന്റെ പിന്തുണ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘട്ടമാണ്. നിലവിലാണെങ്കിൽ മണിപ്പൂരിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള കലാപങ്ങളൊന്നും തന്നെ ഇല്ലാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. നിലവിൽ രാഷ്ട്രപതി ഭരണത്തിലാണ് മണിപ്പൂർ ഉള്ളത്. അത് സർക്കാർ ഭരണത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളടക്കം തന്നെ ഈ ഒരു യാത്രയിലൂടെ സാധിക്കുമെന്നാണ് ഈ പ്രധാനമായും BJP ലക്ഷ്യം വെക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു യാത്രയും തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മണിപ്പൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇന്ന് ഈ പ്രധാനമന്ത്രി മണിപ്പൂരിൽ എത്തുകയാണെങ്കിൽ നിരവധി വികസന പദ്ധതികളടക്കം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 7000 കോടി രൂപയുടെ വികസന പദ്ധതിയായിരുന്നു
ചുരാചന്ദ്പൂരിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഇംഫാലിലാണെങ്കിൽ 1200 കോടി രൂപയുടെ വികസന പരിപാടികളടക്കം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. നിരവധിയായിട്ടുള്ള വികസന പരിപാടികളടക്കം തന്നെ ഇന്ന് പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇന്ന് 2 പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇംഫാലിലും ചുരാചന്ദ്പൂരിലുമായിട്ടുള്ള പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കുക്കി മെയ്തൈ വിഭാഗങ്ങളെ കാണുകയും സംസാരിക്കുകയും കുക്കി മെയ്തൈ വിഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കളെ കാണുമെന്നൊരു അറിയിപ്പും നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ മണിപ്പൂരിൽ പോകുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്താണ് ഈ ജനങ്ങളോട് പറയുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഈ ഒരു കലാപം ആരംഭിച്ചതിന് ശേഷം മോദി ഒരു തരത്തിലുള്ള പ്രസ്താവനയോ അല്ലെങ്കിൽ ഒന്നും തന്നെ മണിപ്പൂരിനെ കുറിച്ച് പരാമർശിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ 2 വർഷത്തിനു ശേഷം പ്രധാനമന്ത്രി മൗനം വെടിയുമ്പോൾ എന്താണ് പറയുക എന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാളിദാസ്. തീർച്ചയായും വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി മൗനം വെടിയുക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനമായും ഉദ്ദേശിച്ചത് മണിപ്പൂരിനെ കുറിച്ച് പ്രധാനമന്ത്രി ഇതുവരെയൊന്നും അതിനുശേഷവും പ്രതികരിച്ചപ്പോൾ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 2.5 വർഷമായി മണിപ്പൂരിനെ കുറിച്ച് പ്രധാനമന്ത്രി ഒന്നും പറയുന്നില്ല എന്നുള്ളതും കൂടിയാണ് വ്യക്തമാക്കിയത്. മറ്റു തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഈ കാലയളവിൽ, ഈ ഒരു 2.5 വർഷ കാലയളവിൽ പ്രധാനമന്ത്രി നടത്തിയെങ്കിലും എവിടെയും മണിപ്പൂരിനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല. അതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് എത്തുമ്പോൾ പോലും എന്താണ് പ്രധാനമന്ത്രി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ആ ഒരു വരവ് അവിടുത്തെ ഒരു സർക്കാർ രൂപീകരണത്തിന് തുടക്കമാകുമോ എന്നുള്ളതൊക്കെയാണ് കണ്ടറിയേണ്ടത്. വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് പേരാമ്പ്രയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. പേരാമ്പ്ര മുതുകാട് എസ്റ്റേറ്റിലെ ടാപ്പിംഗ് തൊഴിലാളി ബാബുവിനാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ഞങ്ങൾ ഒന്നിച്ച് പോകുമോ